Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവർ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. കരിവെള്ളൂർ മുനയൻകുന്ന് സമര പോരാളിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന P. കണ്ണൻ നായരുടെ 34ാം ചരമവാർഷിക ദിനാചരണം. പയ്യന്നൂരിൽ അനുസ്മരണ സമ്മേളനം. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ ചരിത്രം പുസ്തകരൂപത്തിൽ പുറത്തിറക്കി. പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് കുടുംബശ്രീ അംഗങ്ങളിലൂടെ 25 വർഷത്തെ ചരിത്രരചന. നഗരസഭാ ചെയർപേഴ്സൺ പ്രകാശനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കൺവെൻഷനും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ നടന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി MCFൽ ഫർണിച്ചറും അഗ്നി സുരക്ഷാ ഉപകരണങ്ങളും നൽകി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ വിശദമായി. കരിവെള്ളൂർ മുനയൻകുന്ന് സമര പോരാളിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന P. കണ്ണൻ നായരുടെ 34ാം ചരമവാർഷിക ദിനം പയ്യന്നൂരിൽ സമുചിതമായി ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DYFI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്ക് C. തോമസ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മുനയൻകുന്ന് സമര പോരാളിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും ദേശാഭിമാനി മുൻ ജനറൽ മാനേജറുമായിരുന്ന P. കണ്ണൻ നായരുടെ 34ാം ചരമവാർഷിക ദിനം പയ്യന്നൂരിൽ സമുചിതമായി ആചരിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. നൂറുകണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കാളികളായി. തുടർന്ന് ഷൈനായി സ്ക്വയറിൽ നടന്ന അനുസ്മരണ സമ്മേളനം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്ക് C. തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ മണ്ണിൽ നിന്ന് സഖാവ് കണ്ണൻ നായർ ഉയർത്തി വിളിച്ച മുദ്രാവാക്യം, അദ്ദേഹം മുമ്പോട്ടേക്ക് വെച്ച രാഷ്ട്രീയാശയധാര, അതിന്റെ പ്രസക്തി അത്ഭുതകരവും അനന്യസാധാരണവുമായ വിധം വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിൽ കൂടെയാണ് നമ്മൾ സഖാവ് കണ്ണൻ നായരെ സ്മരിക്കുവാൻ പയ്യന്നൂരിന്റെ ഹൃദയഭൂമിയിൽ ഒത്തുചേരുന്നത്. കേരളം ഉയർത്തിപ്പിടിക്കുന്ന പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ പതാക, അതിനെ എவ்விதവും ശിഥിലീകരമാക്കുവാൻ അസാധാരണമായ ശ്രമങ്ങളാൽ അടയാളം ചെയ്യപ്പെട്ട ഒരു കാലം കൂടെയാണ് നമ്മുടേത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. TI മധുസൂദനൻ MLA, C. കൃഷ്ണൻ, V. നാരായണൻ, അഡ്വക്കേറ്റ് P. സന്തോഷ്, V. കുഞ്ഞികൃഷ്ണൻ, പോത്തേര കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ ചരിത്രം കുടുംബശ്രീ അംഗങ്ങളിലൂടെ 25 വർഷത്തെ ചരിത്രരചന വിജയഗാഥകൾ @25 പുസ്തകം പ്രകാശനം ചെയ്തു. നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ KV ലളിത സെക്രട്ടറി MK ഗിരീഷിന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ ചരിത്രം കുടുംബശ്രീ അംഗങ്ങളിലൂടെ 25 വർഷത്തെ ചരിത്രരചന വിജയഗാഥകൾ @25 പുസ്തക പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് പുസ്തകം ഏറ്റുവാങ്ങി. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V. ബാലൻ, VV സജിത, TP ജമീറ, T. വിശ്വനാഥൻ, കൗൺസിലർമാരായ KM സുലോചന ടീച്ചർ, M. പ്രസാദ്, ഇക്ബാൽ പോപ്പുലർ, CDS ചെയർപേഴ്സൺ PP ലീല, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെയടക്കം പങ്കാളികളാക്കി തയ്യാറാക്കിയ രചനയിൽ പിന്നിട്ട വഴികളിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ,
അനുഭവങ്ങൾ, അറിവുകൾ, കൂട്ടായ്മയിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ, സ്ത്രീ മുന്നേറ്റത്തിലൂടെ സാമൂഹിക ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. 2.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന മികവിന്റെ നേർസാക്ഷ്യമാണ് കുടുംബശ്രീയുടെ ചരിത്രമെഴുതിയ വിജയഗാഥകൾ @25 എന്ന പുസ്തകം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കൺവെൻഷനും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ ചടങ്ങും നടന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കൺവെൻഷനും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ ചടങ്ങും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഔപചാരികതയുടെ പേരിൽ മാത്രമാണ് ഇത്തരമൊരു ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് നടന്നത്. പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഓരോ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പി മിഥുൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റായി PP പ്രണവും വൈസ് പ്രസിഡന്റുമാരായി M ബിബിൻ രാജ്, P മിഥുൻ എന്നിവരും ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TP പ്രണവ്, യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ, പ്രജീഷ് കുണ്ടേരി, V കൃഷ്ണൻ, KK സുരേഷ് കുമാർ, തങ്കച്ചൻ കാവാലം, TP ശ്രീനീഷ്, TP ചന്ദ്രൻ, മനോജ് വടക്കേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കരിവെള്ളൂർ സ്വാമിമുക്കിലെ വിജയന്റെ ടാറ്റ മാജിക് ഐറിസ് വാഹനം സാമൂഹ്യ വിരുദ്ധർ കരിയോയിലൊഴിച്ച് നശിപ്പിച്ച നിലയിൽ. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. കരിവെള്ളൂർ സ്വാമിമുക്കിൽ ടാറ്റ മാജിക് ഐറിസ് സാമൂഹ്യ വിരുദ്ധർ കരിയോയിലൊഴിച്ച് നശിപ്പിച്ച നിലയിൽ. സ്വാമിമുക്ക് പുത്തൂർ റോഡിലെ വടക്കേപുരിയിൽ വിജയന്റെ KL 59K 7089 നമ്പർ വാഹനമാണ് കരിയോയിലൊഴിച്ച് നശിപ്പിച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ഉറങ്ങാൻ കിടന്നതെന്നും രാവിലെ 4 മണിക്ക് ഉണർന്നപ്പോഴാണ് കരിയോയിൽ ഒഴിച്ചതായി കണ്ടതെന്നും വിജയൻ പറയുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. രാവിലെ ഭാര്യ ഒരു 4 മണിക്ക് ശേഷം എണീറ്റ് പുറത്തിറങ്ങപ്പോഴാണ് ഇത് കണ്ടത്. കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വണ്ടിക്ക് എന്താ ഒഴിച്ചിട്ടുള്ളത് നോക്കിയിരുന്നു. അപ്പോൾ ലൈറ്റിട്ട് നോക്കുമ്പോഴത്തേക്ക് മൊത്തമായിട്ടും കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചു. പറമ്പിൽ ഉണക്കാനിട്ട കപ്പയിലും സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി MCFൽ ഫർണിച്ചറും അഗ്നിസുരക്ഷാ ഉപകരണങ്ങളും നൽകി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2023-24 ഉൾപ്പെടുത്തി MCFൽ ഫർണിച്ചറും അഗ്നിസുരക്ഷാ ഉപകരണങ്ങളും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന വിതരണോദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MCF ആണ് നമ്മുടെ കുഞ്ഞിമംഗലത്തുള്ളത്. അത് നിരവധി മീറ്റിങ്ങുകളിലും മറ്റും നമ്മുടെ സോമശേഖരൻ സാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ MCFലേക്ക് നിരവധിയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ പയ്യന്നൂർ കോളേജിലെ കുട്ടികളും അതുപോലെ തന്നെ നിരവധി കണ്ണൂർ ജില്ലയിലെ മറ്റ് ഇടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട്. വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ K ജിഷ ബേബി, P കരുണാകരൻ മാസ്റ്റർ, K ശോഭ, ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ KM സോമൻ, വാർഡ് മെമ്പർമാരായ K അശോകൻ, C ബാലകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് P സതീശൻ, കൺസോർഷ്യം സെക്രട്ടറി P പ്രസന്ന, VOമാരായ KV ഷീജ, റായപ്പൻ സ്റ്റാൻലി, ഹെൽത്ത് ഇൻസ്പെക്ടർ VV മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ OC കേശവൻ നമ്പൂതിരി അഗ്നിസുരക്ഷയെക്കുറിച്ചും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതികളെക്കുറിച്ചും പരിശീലനം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതി കുണിയൻ മൊഹീദ്ദീൻ മസ്ജിദ് പരിപാലന കമ്മിറ്റി കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിനുള്ള അരിയും സാധനങ്ങളും സമർപ്പിച്ചു. മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതി കുണിയൻ മൊഹീദ്ദീൻ മസ്ജിദ് പരിപാലന കമ്മിറ്റി കളിയാട്ട മഹോത്സവം നടക്കുന്ന കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിനുള്ള അരിയും സാധനങ്ങളും സമർപ്പിച്ചു. രാത്രി 8:30 ക്ഷേത്രസന്നിധിയിലെത്തിയ മസ്ജിദ് പരിപാലന കമ്മിറ്റി അംഗങ്ങളെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ച് ആനയിച്ചു. കൊണ്ടുവന്ന അരി, നേന്ത്രവാഴക്കുലകൾ, പച്ചക്കറികൾ, ഉപ്പ് എന്നിവ ക്ഷേത്രസന്നിധിയിൽ സമർപ്പിച്ചു. പരിപാലന കമ്മിറ്റിക്ക് ചായ സൽക്കാരം നൽകിയാണ് ക്ഷേത്രം ഭാരവാഹികൾ യാത്രയാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
രാമന്തളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോട്ടിംഗ് മിശ്രിതം നിറച്ച ചട്ടികൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടെറസ് പച്ചക്കറി കൃഷികൾക്കായി പ്ലോട്ടിംഗ് മിശ്രിതം നിറച്ച ചട്ടികൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ നിർവഹിച്ചു. പഞ്ചായത്ത് കാർഷിക കർമ്മസേനയാണ് ചട്ടികളുടെ വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV സുനിത, വാർഡ് മെമ്പർ സജിനി എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ നമിത രഘുനാഥ് നേതൃത്വം നൽകി. പരിപാടിയിൽ കർമ്മസേന അംഗങ്ങൾ, കൃഷി അസിസ്റ്റന്റുമാർ, കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിത കർമ്മസേന നിള ക്ലസ്റ്ററിന്റെ നിള ഹരിതമാംഗല്യം പ്ലേറ്റ് ഗ്ലാസ് വാടക യൂണിറ്റ് സംരംഭം പാണപ്പുഴ ചാലിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. 100 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഹരിത പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കുന്നതിനായി ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ് എന്നിവയ്ക്ക് ബദൽ സംവിധാനവുമായാണ് കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേന നിള ക്ലസ്റ്ററിന്റെ നിള ഹരിതമാംഗല്യം പ്ലേറ്റ് ഗ്ലാസ് വാടക യൂണിറ്റ് സംരംഭം ആരംഭിച്ചത്. പാണപ്പുഴച്ചാലിൽ ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ നിർവഹിച്ചു. നമ്മുടെ ഓരോ വീടുകളിലും ഉണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ കൃത്യസമയത്ത് വന്ന് കളക്ട് ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് നൽകിക്കൊണ്ട് നമ്മുടെ വീടിനെ സമ്പൂർണ്ണമായും ശുചിത്വ മേഖലയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത്. അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 98% നമ്മൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാർത്തിയായനി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി ഷിബു കരുൺ, അസിസ്റ്റന്റ് സെക്രട്ടറി പവിത്രൻ, ഹരിതകേരളം മിഷൻ RP സഹദേവൻ, BO CH സൗമ്യ, ഹരിതകർമ്മസേന പ്രതിനിധി കെ പത്മാവതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. പോലീസ് ഗെയിംസ് ദേശീയ സെബക് താക്രോയിൽ വെങ്കലം നേടിയ കേരള ടീമിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പങ്കെടുത്ത 4 താരങ്ങൾക്കും പരിശീലകനും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും സെബക് താക്രോ സംഘാടകരും പങ്കെടുത്തു. ദേശീയ പോലീസ് ഗെയിംസിൽ പുരുഷ വിഭാഗം സെബക് താക്രോ ടീം ഇവന്റിൽ കേരളം ആദ്യമായാണ് മെഡൽ നേട്ടം സ്വന്തമാക്കിയത്. ട്രെയിനിൽ തൃക്കരിപ്പൂരിൽ ഇറങ്ങിയ കേരള ടീമിന്റെ കുപ്പായമണിഞ്ഞ കാസർഗോഡ് ജില്ലക്കാരായ കളിക്കാർക്കും പരിശീലകനുമാണ് സ്വീകരണമൊരുക്കിയത്. സെബക് താക്രോ കേരള ടീം വൈസ് ക്യാപ്റ്റൻ KV രാജീവൻ, ടീം അംഗങ്ങളായ പ്രശാന്ത് ബംഗളം, A ജ്യോതിഷ്, P ഷിജു, കേരള ടീം പരിശീലകൻ KV ബാബു എന്നിവർക്കാണ് സ്വീകരണമൊരുക്കിയത്. സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രതിനിധികളായ K മധുസൂദനൻ, TV ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PP അശോകൻ, KV ബിജു, K അബ്ദുൾ ഷുക്കൂർ, TM സിദ്ദിഖ്, MTP ബഷീർ, NKP ഇർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 ക്യാൻസർ രോഗികൾക്കായി ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10ന്റെ നേതൃത്വത്തിലാണ് ക്യാൻസർ രോഗികൾക്കായി ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെഡ്ഡീസ് ബ്ലഡ് കേരള ചാരിറ്റബിൾ സൊസൈറ്റി മുടി ഏറ്റുവാങ്ങി. ഡോക്ടർ TV സുരേഖ, സതി മധുസൂദനൻ, PK അഭിനന്ദ്, PK പാർവണ, അധീന S എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആദര ചടങ്ങിനിടയിൽ ഡ്രംസ് വായിച്ച് കാണികളെ അത്ഭുതപ്പെടുത്തി ആദിഷ് ഉമേഷ്. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ ബോർഡ് അംഗം ഉമേഷ് കുമാറിന്റെയും സീന ഉമേഷിന്റെയും മകനാണ് ആദിഷ്. സംഗീതം ഹൃദയത്തിൽ നിന്നൊഴുകി വരുന്നു എന്നാണ് ചൊല്ല്. അത്ര പരിചിതമല്ലാത്ത സംഗീതോപകരണങ്ങളിൽ നിന്നാണെങ്കിൽ അതിന് കേൾവിക്കാർ കൂടും. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആദര ചടങ്ങിനിടയിൽ ആദിഷ് എന്ന കൊച്ചുമിടുക്കൻ ഡ്രംസ് വായിച്ച് കാണികളെ അത്ഭുതപ്പെടുത്തിയപ്പോഴും സംഭവിച്ചത് മറ്റൊന്നല്ല. കേവലം 7 മാസത്തെ പരിശീലനം മാത്രമായിരുന്നു ആദിഷിന്റെ പിൻബലം.
അത് പലതരം ഗാനശാഖകളിലൂടെ മനോഹരമായി തന്നെ ഉപയോഗിച്ചു. പരിപാടിയുടെ അവസാനം ലഭിച്ച നിറഞ്ഞ കയ്യടി ആദിഷിന്റെ ഡ്രംസ് വായന കാണികൾക്ക് ഇഷ്ടപ്പെടുന്നതിന് സാക്ഷ്യമായി. നാഷണൽ വിന്നർ നിർമ്മൽ എവിയുടെ ശിക്ഷണത്തിലാണ് ആദിഷിന്റെ പരിശീലനം. അന്നൂർ ചിന്മയ സ്കൂളിൽ 5ാം തരം വിദ്യാർത്ഥിയാണ് ആദിഷ്. അച്ഛൻ ഉമേഷ് കുമാർ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ ബോർഡ് അംഗമാണ്. അമ്മ സീന ഉമേഷ്, സഹോദരി ആര്യ ഉമേഷ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ബയോബിൻ വിതരണം ചെയ്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസന്നകുമാരി ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജിന് ബയോബിൻ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യ സംസ്കരണ ഉപാധിയായ ബയോബിന്നുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യ ബിൻ നൽകിയത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതുസ്ഥാപനങ്ങളിൽ ബയോബിൻ വിതരണം നടത്തിയത്. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസന്നകുമാരി ബയോബിന്നുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ VV സുലോചന അധ്യക്ഷയായി. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് ബയോബിൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ രവീന്ദ്രൻ മണിയാട്ട്, CV ചന്ദ്രമതി, V പ്രദീപൻ, V രേഷ്ണ, VOP റാഷിദ് എന്നിവർ സംസാരിച്ചു. പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ 17 സർക്കാർ സ്ഥാപനങ്ങളിലാണ് ബയോബിന്നുകൾ നൽകുന്നത്. ഗ്ലോക്കോമ ദിനാചരണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ സഹകരണ ആശുപത്രി നേത്രരോഗ വിഭാഗത്തിൽ മാർച്ച് 11 തിങ്കളാഴ്ച സൗജന്യ ഗ്ലോക്കോമ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. യന്ത്രവൽക്കരണത്തിന്റെ കുത്തൊഴുക്കിൽ ഇല്ലാതായ പാരമ്പര്യ തൊഴിലുകളിൽ ഒന്നാണ് കൊല്ലപ്പണി. എന്നാൽ പൈതൃകമായി ലഭിച്ച കൊല്ലപ്പണി ചെയ്ത് ഉപജീവനമാർഗം തേടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ചെറുപുഴ കമ്പിപാലത്തിന് സമീപം കൊല്ലപ്പണിയെടുക്കുന്ന അനീഷ്. ലോഹയുഗം മുതൽ മനുഷ്യൻ തീയുടെ സഹായത്തോടെ ഇരുമ്പിനെ പഴുപ്പിച്ച് തന്റെ സംരക്ഷണത്തിനും ഇര തേടാനും ഉപയോഗിച്ചിരുന്ന കാലം മുതൽ തുടർന്നു പോകുന്ന കൊല്ലപ്പണി ആധുനിക യന്ത്രങ്ങളുടെ കടന്നുകയറ്റത്തോടെ ഇല്ലാതായി. എന്നാൽ അപൂർവങ്ങളായാണ് നാട്ടിൽ കൊല്ലപ്പണി കാണാൻ സാധിക്കുന്നത്. ഊതിക്കത്തിക്കുന്നതിനു പകരം ചക്രം കറക്കി അതിലൂടെ കാറ്റുവരുത്തി തീ പടർത്തി ചിരട്ടക്കരിയിട്ട് കത്തിച്ച് അതിൽ ഇരുമ്പ് വെച്ച് പഴുപ്പിച്ചാണ് വിവിധ രൂപത്തിലുള്ള ഇരുമ്പ് ആയുധങ്ങൾ ഉണ്ടാക്കി വരുന്നത്. എന്നാൽ അതിന് പുതുതലമുറയ്ക്കുന്ന പഴങ്കഥയാണ്. പൈതൃകമായി ലഭിച്ച കൊല്ലപ്പണി ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടിവിടെ. ചെറുപുഴ കമ്പിപ്പാലത്തിന് സമീപത്തെ അനീഷ് എന്ന ചെറുപ്പക്കാരനാണത്. ചിറ്റാരിക്കാലിനടുത്ത് കൊല്ലപ്പണി ചെയ്തു വരുന്ന ഇയാൾ അടുത്ത കാലത്താണ് ഇവിടേക്ക് വന്നത്. കോടാലി, കത്തി, തൂമ്പ, മൺവെട്ടി തുടങ്ങി മിക്കവാറും ഉപകരണങ്ങൾ ഇയാൾ നിർമ്മിക്കും. തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിപ്പാർത്ത അനീഷിന്റെ അച്ഛനും അപ്പൂപ്പനുമെല്ലാം കൊല്ലപ്പണിക്കാരായിരുന്നു. ആ പാരമ്പര്യം നശിക്കാതെ കാത്തുസൂക്ഷിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ. എന്നാൽ ഈ കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങളും ഫാക്ടറികളിൽ നിന്ന് നിർമ്മിച്ചു വരുന്നതിനാൽ പണി തീരെ കുറവാണെന്നാണ് അനീഷ് പറയുന്നത്. കാടുവയ്ക്കുന്ന കത്തികളും തൂമ്പകളുമാണ് അധികവും ഇവിടെ കൊണ്ടുവരുന്നത്. JCBയും ഹിറ്റാച്ചിയും അതുപോലെ കാടുവയ്ക്കുന്ന മെഷീനും വന്നതോടെ ആ പണിയും കുറഞ്ഞു. എങ്കിലും കൈകൊണ്ട് കാച്ചിമുക്കി എടുക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരം അറിയുന്ന മിക്കവാറും എല്ലാവരും തന്നെ തന്റെ അടുത്തെത്താറുണ്ടെന്ന് അനീഷ് പറയുന്നു. എങ്കിലും ഈ കാലഘട്ടത്തിൽ കുലത്തൊഴിൽ ചെയ്യുന്ന ഈ ചെറുപ്പക്കാരനെ നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. VV കാർത്തിയായനി ടീച്ചർ സ്മൃതി സംഗമവും അധ്യാപിക പുരസ്കാര സമർപ്പണവും വെങ്ങര മാപ്പിള UP സ്കൂളിൽ നടന്നു. മുൻമന്ത്രി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. KP സുജാത അവാർഡ് ഏറ്റുവാങ്ങി. ആദ്യകാല അധ്യാപികയും വനിതാ സാംസ്കാരിക സാക്ഷരതാ പ്രവർത്തകയുമായിരുന്ന VV കാർത്തിയായനി ടീച്ചറുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം വെങ്ങര മാപ്പിള UP സ്കൂളിലെ KP സുജാത ടീച്ചർക്ക് സമ്മാനിച്ചു. മുൻമന്ത്രി PK ശ്രീമതി ടീച്ചർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ചടങ്ങിൽ VRV ഏഴോം അധ്യക്ഷനായി. K ഹാരിസ്, PK ഭാർഗവൻ, SK ആബിദ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, ഇബ്രാഹിം വെങ്ങര, SAP മൊയിനുദ്ദീൻ, അബ്ദുള്ള നാലകത്ത്, അബ്ദുൽ ഖാദർ, K അബ്ദുൽ ലത്തീഫ്, P ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരളം AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയം വയോജനവേദി വയോജന സംഗമം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ വയോജന സംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെരളം AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയം വയോജനവേദി വാ നമുക്ക് ലശം സ്വറ പറഞ്ഞിരിക്കാല മൂത്തോരുടെ കൂടെ വയോജന സംഗമം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ AKG വയോജനവേദി പ്രസിഡന്റ് K തങ്കമണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ എരവിൽ മോഡറേറ്ററായി. R ഗംഗാധരൻ മാസ്റ്റർ, PV പ്രഭാകരൻ,
പ്രസന്ന ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയോജനവേദി പ്രവർത്തകരുടെ കിച്ചൺ ഡാൻസ്, ഗാനാലാപനം, നാട്ടുകാരുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഇ സുരേശൻ അധ്യക്ഷനായി. ടി രമേശൻ, പി ബാലൻ മാസ്റ്റർ, പി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നെരുവാമ്പ്രം യു പി സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തളിപ്പറമ്പ പോലീസ് സ്റ്റേഷനിൽ സൈബർ ട്രെയിനറുമായ കെ മുഹമ്മദ് അലി നേതൃത്വം നൽകി. നെരുവമ്പ്രം യു പി സ്കൂളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. തളിപ്പറമ്പ പോലീസ് സ്റ്റേഷനിലെ ASIയും സൈബർ ട്രെയിനറുമായ കെ മുഹമ്മദ് അലി ക്ലാസ് കൈകാര്യം ചെയ്തു. പ്രഥമാധ്യാപിക AP വത്സല സംസാരിച്ചു. PTA പ്രസിഡന്റ് PP പുഷ്പരാജ് ചടങ്ങിൽ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രം ശിവരാത്രി ആഘോഷത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രം ശിവരാത്രി ആഘോഷത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കടന്നപ്പള്ളി ഈസ്റ്റ് LP സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് കുഞ്ഞിമംഗലം ശിവരഞ്ജിനി ഭജൻസ് അവതരിപ്പിച്ച ഭജനാമൃതം, കുഞ്ഞിമംഗലം മാന്യമംഗലം വേട്ടക്കുരുമകൻ സോമേശ്വരി ക്ഷേത്രപരിപാലന സംഘം അവതരിപ്പിച്ച കോൽക്കളി, പ്രബന്ധ ചൂടാമണി പൊതിയിൽ നാരായണ ചാക്യാർ പാലക്കാട് അവതരിപ്പിച്ച ചാക്യാർകൂത്ത് എന്നിവ അരങ്ങേറി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ പ്രസാദഊട്ട് നടക്കും. ശിവരാത്രി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രാചാര്യൻ നടുവത്ത് പുടയൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജാകർമ്മങ്ങൾ നടക്കും. ശനിയാഴ്ച പുലർച്ചെ 4-ന് അരയാൽത്തറയ്ക്ക് നൃത്തം, 5-ന് അകത്തെഴുന്നള്ളിപ്പോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവം മാർച്ച് 7, 8 വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ നടക്കും. മാർച്ച് 8-ന് വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പനയും ശ്രീ മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെയും പുറപ്പാട്. കരിവെള്ളൂർ മുനയൻകുന്ന് സമര പോരാളിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന P കണ്ണൻ നായരുടെ 34ാം ചരമവാർഷിക ദിനാചരണം. പയ്യന്നൂരിൽ അനുസ്മരണ സമ്മേളനം. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ ചരിത്രം പുസ്തകരൂപത്തിൽ പുറത്തിറക്കി. പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് കുടുംബശ്രീ അംഗങ്ങളിലൂടെ 25 വർഷത്തെ ചരിത്രരചന. നഗരസഭാ ചെയർപേഴ്സൺ പ്രകാശനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കൺവെൻഷനും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ നടന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി MCFൽ ഫർണിച്ചറും അഗ്നി സുരക്ഷാ ഉപകരണങ്ങളും നൽകി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.